കോൺഗ്രസ് പാർട്ടി ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത് തന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് വേണ്ടി മാത്രമാണ്. അവർക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ. ലീഗിനാകട്ടെ കോണി ചാരി വെക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മതിലാണ് കോൺഗ്രസ് പാർട്ടി. പണ്ട് ലീഗ് ഒരു വഞ്ചനാത്മക സ്വത്വമാണ് എന്ന് നിങ്ങളുടെ നേതാക്കന്മാരിൽ ആദ്യം തിരിച്ചറിഞ്ഞത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എന്നാൽ കോൺഗ്രസിന് കാലിടറിയപ്പോൾ എല്ലാം പിടിച്ചു കയറാൻ ഉപയോഗിച്ചതും ഈ ലീഗിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലീഗിനെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നിലമ്പൂർ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ലീഗിനോടുള്ള പ്രേമവും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ കാസ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. കാസ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: കോൺഗ്രസുകാരാ, നിങ്ങൾ ലീഗിന്റെ കോണി ചാരാനുള്ള മതിൽ മാത്രമാണ്. തികച്ചും അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ന് ആ പാർട്ടി ജീവിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് വേണ്ടി മാത്രമാണ്. ലീഗിന്റെ കോണി ചാരി വെച്ചിട്ടുള്ള ഒരു മതിൽ എന്ന രീതിയിൽ മാത്രമാണ് കോൺഗ്രസ് ഇന്ത്യയിൽ ദൃശ്യമാകുന്നതും. പ്രിയ കോൺഗ്രസുകാരാ, ലീഗിന്റെ ഉദ്ദേശം ഈ കോണിയിലൂടെ പിടിച്ചു കയറി ഇന്ദ്രപ്രസ്ഥത്തിൽ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അത് ഈ നൂറ്റാണ്ടിലോ അടുത്ത നൂറ്റാണ്ടിലോ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു വ്യാമോഹവുമാണ്. നിങ്ങളുടെ നേതാക്കൾ നിരന്തരം ലീഗിന് വിടുപണി ചെയ്യുന്നതുവരായി നിൽക്കുന്നതിന്റെ കാരണം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന തികഞ്ഞ ഉൾബോധമുള്ളത് കൊണ്ട് മാത്രമാണ്. ലീഗ് ഒരു വഞ്ചനാത്മക സ്വത്വമാണ് എന്ന് നിങ്ങളുടെ നേതാക്കന്മാരിൽ ആദ്യം തിരിച്ചറിഞ്ഞത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യുദ്ധഭൂമിയിൽ ചത്തുകിടക്കുന്ന ഒരു കുതിര മാത്രമാണ്, ഇനി അതിനെ കൊണ്ട് ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞതും അദ്ദേഹം തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാലിടറിയപ്പോഴൊക്കെയും നിങ്ങൾ ചുവട് താങ്ങാൻ ഉപയോഗിച്ചത് ഈ ലീഗിനെയായിരുന്നു. കാലക്രമത്തിൽ കോൺഗ്രസിന്റെ വഞ്ചനാത്മക രാഷ്ട്രീയം മനസ്സിലാക്കിയ ജനം നിങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ലീഗിന് നിങ്ങൾ അവരുടെ കോണി ചാരാനുള്ള ഒരു മതിൽ മാത്രമാണ് എന്ന് തിരിച്ചറിയൂ. നെഹ്റു വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ അതേ വർത്തമാനം താമസിക്കാതെ ലീഗ് കോൺഗ്രസിനെ കുറിച്ച് പറയും: കോൺഗ്രസ് ഒരു ചത്ത കുതിരയാണ്, ഇനിയും അതിനെ കൊണ്ട് ആവശ്യമില്ല എന്ന്. കാരണം ലീഗ് ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ മുഖംമൂടിയാണ്. അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യ മഹാരാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാക്കാനുള്ള തന്ത്രമാണ്. ഇപ്പോൾ വിഘടിച്ചു നിൽക്കുന്ന ഇസ്ലാമിക പാർട്ടികൾ ഭൂമികയിൽ മാത്രമാണ്. ആന്തരികമായി അവർ ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ്. മറ്റെല്ലാ ശക്തികളും വർഗീയവാദികളാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആകമാനം മറ്റാരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലീഗിന് വേണ്ടി അല്ലാതെ, ആ ഒരു സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി അല്ലാതെ ഏതെങ്കിലും കോൺഗ്രസ് വാ തുറക്കുന്ന കാലത്ത് സംസാരിച്ചിട്ടുണ്ടോ? മറ്റുള്ള എല്ലാ സമുദായങ്ങളെയും തള്ളിപ്പറഞ്ഞ കോൺഗ്രസിന്റെ സകല നേതാക്കന്മാരും സകല ഘടക കക്ഷികളും നിരന്തരം ഇസ്ലാമിനു വേണ്ടി മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ? കോൺഗ്രസ് വന്ന വഞ്ചനയുടെ ശവമടക്കാനുള്ള പെട്ടിയും ആണിയടിക്കുന്ന തിരക്കിലാണ് ഇസ്ലാമിക ശക്തികളെന്ന് നിങ്ങൾ താമസിക്കാതെ തന്നെ തിരിച്ചറിയും. ഇങ്ങനെയായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. എന്നാൽ ഈ പോസ്റ്റിന് താഴെ വന്ന ചില കമന്റുകൾ കൂടെ ഒന്ന് വായിക്കാം. കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. അത് കേരളം ഒരിക്കൽ ഭരിച്ച പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പോലെ അലഞ്ഞു തിരഞ്ഞ് ഇല്ലാതായി തീരും. അവസാനം അവശേഷിക്കുന്ന MLA-മാർ മുസ്ലിം ലീഗിലേക്ക് ലയിക്കും. ആ ഒരു രംഗം അടുത്ത 3 തിരഞ്ഞെടുപ്പിനുള്ളിൽ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് ഒരു വ്യക്തി കമന്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അടുത്തൊരു കമന്റ്: തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു സൗമ്യമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടി. പാവപ്പെട്ട മുന്നോക്കക്കാരായ ഹൈന്ദവനും അതുപോലെ മാർത്തോമ്മക്കാരനും കത്തോലിക്കക്കാരനും സർക്കാർ 10% സംവരണം ഏർപ്പെടുത്തിയപ്പോൾ അതിനെതിരെ സുപ്രീം കോടതി ഹർജി കൊടുത്തത് ഒരു രാഷ്ട്രീയ പാർട്ടി. ഇസ്രയേലിൽ ഹമാസ് കൂട്ടക്കൊല ചെയ്യുമ്പോൾ നിശബ്ദരായിരിക്കുന്ന പാർട്ടി. ഹമാസ് ആക്രമിക്കപ്പെടുമ്പോൾ കോഴിക്കോട് ബീച്ചിൽ പൊതുസമ്മേളനം വിളിച്ചു പ്രതിഷേധം പറയുന്ന രാഷ്ട്രീയ പാർട്ടി. കോൺഗ്രസ് എന്ന മതേതര ഭൂരിപക്ഷ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത കർശനമായ നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും നടത്തി സമ്മർദ്ദത്തിലാക്കി ഒരു കേരളം കോൺഗ്രസിന്റെ വില പോലും കൽപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാണ് ഇവർ വിമർശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.